ഹായ് മൈ ഡിയർ കിഡ്സ്, എല്ലാവർക്കും സുഖമാണോ? ഐ എം രേഷ്മ രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ബിയോണ്ട് 1000, ആയിരത്തിനും അപ്പുറം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS ക്ലാസ്സുകളുടെ മറ്റ് യൂണിറ്റ്സിൻ്റെ വീഡിയോസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിലോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്. നമ്മുടെ ഈ ക്ലാസ്സുകൾക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന കുറച്ചധികം കുഞ്ഞു മക്കളുണ്ട്. കമൻസിലൂടെ അവരത് അറിയിക്കുന്നുണ്ട്. അവർക്ക് ഈ ക്ലാസ് കാണിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർക്കും പാരൻസിനും ഒക്കെ ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നു എന്നറിയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. ഒരുപാട് സ്നേഹത്തോടെ കുറച്ച് കുഞ്ഞു മക്കൾക്കൊരു ഹായ് പാർവതി റോഷിദ്, ജിഷ്ണു എസ്, ഹിമ M, അജ്വ ഫാത്തിമ, നെവിൻ അബി, ഇഷാനി രജിത്, മുഹമ്മദ് ഷെമിൽ, ഫാത്തിമ, ഇഷ റൌഫ്, ഫൈഹ ഷെറിൻ, വേദിക ആൻഡ് റിഫ. ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ഹഗ്സ് മക്കളെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ത്രൂ ദ യൂണിറ്റ്. ഫസ്റ്റ് പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ നോക്കിയേ മക്കളെ. വാട്ട് ഈസ് ദിസ് പിക്ചർ ഓഫ്? ദ പിക്ചർ ഷോസ് എ കാർ റേസ്. അതൊരു കാർ റേസിൻ്റെ പിക്ചറാണല്ലേ. എത്ര കാറുകളുണ്ട്? ഹൗ മെനി കാർസ് ആർ ദെയർ? There are 5 cars participating in the competition. 5 കാറുകൾ ആ കാർ റേസിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടല്ലേ. അവിടെ 2 കുട്ടികൾ തമ്മിലുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ കണ്ടോ മക്കളെ? ബോയ് എന്താണ് പറയുന്നത്? ദ റേസ് ഈസ് ഓൺ. റേസ് തുടങ്ങി അല്ലേ. അപ്പോൾ ഗേൾ പറഞ്ഞ എന്താണ്? ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്. സി ഇറ്റ്സ് നമ്പർ. ആരാണ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത്? ടോട്ടോ കാറാണ് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നത്. ടോട്ടോ കാറിൻ്റെ നമ്പർ എത്രയാണ്? 1000, 1000. സോ ദ നമ്പർ ഓഫ് ടോട്ടോ കാർ ഈസ് 1000. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ബിയോണ്ട് 1000, ആയിരത്തിനും അപ്പുറം. ആയിരത്തിനും അപ്പുറമുള്ള സംഖ്യകളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. 1000 മുതലുള്ള സംഖ്യകൾ വായിക്കാനും എഴുതാനും അത് ക്രമപ്പെടുത്താനും ഒക്കെ ഈ പാഠം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനമായ കാറുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പഠന പ്രവർത്തനങ്ങളെല്ലാം ഈ ചാപ്റ്ററിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേജ് നമ്പർ 20 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റിലേഷൻ. ബന്ധം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ empty സെൽസ്. ആദ്യത്തെ 4 കോളങ്ങളിലെ എല്ലാ സംഖ്യകളും കൊടുത്തിട്ടുണ്ട്. ആ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫൈൻഡ് ചെയ്താൽ നമുക്ക് മറ്റു സംഖ്യകളും empty ആയിട്ടിരിക്കുന്ന കോളങ്ങളിലെ സംഖ്യകളും കണ്ടുപിടിക്കാൻ പറ്റും. So the numbers in it are arranged in a special way, right? Some of the boxes are empty. Shall we try to find those missing numbers? Look at the first pair of boxes. ആദ്യത്തെ ആ ബോക്സസിൽ തന്നിരിക്കുന്നത് ഏതൊക്കെ സംഖ്യകളാണ് മക്കളെ? 9 and 10. 9ഉം 10ഉം. What is the difference between them? When we add 1 to 9, we get 10. നമ്മൾ 9നോട് 1 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. സോ ദ ഡിഫറൻസ് ഈസ് 1. അവിടെ ഡിഫറൻസ് എത്രയാണ്? 1 ആണല്ലേ. നൗ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് പെയർ. അടുത്ത കോളത്തിൽ നോക്കി. 100 and 101. ദ നമ്പർ ബിലോ ഈസ് 101. അപ്പോൾ മുകളിലുള്ള ആ ഒരു സംഖ്യ എത്രയായിരിക്കണം? 101നേക്കാൾ 1 കുറവായിരിക്കണം. 1 അല്ലേ ഇവിടുത്തെ ഡിഫറൻസ്. സോ 1 കുറവായിരിക്കണം, വിച്ച് ഈസ് 100. സോ ദ നമ്പർ അബോവ് ഷുഡ് ബി 1 ലെസ് ദാൻ 101, വിച്ച് ഈസ് 100, 100. നെക്സ്റ്റ് താഴത്തെ കോളത്തിൽ, മൂന്നാമത്തെ കോളത്തിൽ താഴെ റോയിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 110, 110. അപ്പോൾ മുകളിൽ ഏത് സംഖ്യ വരും? അതിനേക്കാൾ 1 കുറവ് വരും. 109, 109. നെക്സ്റ്റ് ബോക്സിൽ മുകളിലത്തെ സംഖ്യ കൊടുത്തിട്ടുണ്ട് 199, 199. അപ്പോൾ താഴത്തെ സംഖ്യ ഏതായിരിക്കും? 200, ഒന്നുകൂടി കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് 200. നെക്സ്റ്റ് റോയിൽ മുകളിലത്തെ സംഖ്യ കൊടുത്തിട്ടില്ല, താഴെ കൊടുത്തിട്ടുണ്ട് 280, 280. അപ്പോൾ മുകളിൽ എത്ര വരും? ഒന്നുകൂടി കുറവായിരിക്കും. 280യേക്കാൾ 1 കുറവ് എത്രയാണ്? 279, 279. നെക്സ്റ്റ് 500. 500ന് ശേഷം വരുന്ന നമ്പർ 501. നെക്സ്റ്റ് തന്നിരിക്കുന്നത് 667. 667 മുന്നേയുള്ള നമ്പർ കണ്ടെത്തണം. 666. നെക്സ്റ്റ് 909. നെക്സ്റ്റ് നമ്പർ ഏത് വരും? 910. നെക്സ്റ്റ് 990 തന്നിട്ടുണ്ട്. സോ എബോവ് കോളത്തിൽ ഏത് സംഖ്യ വരും? 989. ഇനി ലാസ്റ്റ് വൺ തന്നിരിക്കുന്നത് 999, 999. നെക്സ്റ്റ് ഏതാണ്? 1000, 1000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കളർ ടോട്ടോ കാർ.
Find the numbers you have written in the picture below. Color those parts. ഫൈൻഡ് ദ റിലേഷൻ എന്നുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ കുറേ നമ്പേഴ്സ് കണ്ടുപിടിച്ചില്ലേ? നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ച ആ നമ്പേഴ്സ് മാത്രം കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ കണ്ടുപിടിച്ച നമ്പേഴ്സിന് മാത്രം ഒന്ന് കളർ ചെയ്ത് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. എന്ത് പിക്ചറാണത്? ഇറ്റ് ഈസ് എ കാർ. നെക്സ്റ്റ് വൺ, നമ്പർ പ്ലേറ്റ്. ദീസ് ആർ ദി ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. താഴെ 4 കാറുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവരാരാണ്? നമ്മുടെ ടോട്ടോ കാറിൻ്റെ ഫ്രണ്ട്സാണ്. ഫൈൻഡ് ദർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്സ്. അവർക്കാർക്കും പക്ഷേ നമ്പർ പ്ലേറ്റിൽ നമ്പർ ഇല്ല അല്ലേ? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവരുടെ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? ഓരോ കാറിന് മുകളിലുമായിട്ടും കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂസ് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ഇവരുടെ നമ്പർ കിട്ടും. ഫസ്റ്റ് കാറിൻ്റെ ക്ലൂ എന്താണ് തന്നിരിക്കുന്നത്? 8 hundreds, 4 tens ആൻഡ് 2 ones. 8 നൂറുകളും 4 പത്തുകളും 2 ഒന്നുകളും ചേരുമ്പോൾ. വാട്ട് ഈസ് ഇറ്റ്? 842. 842 ഫസ്റ്റ് കാറിൻ്റെ നമ്പർ. നെക്സ്റ്റ് ക്ലൂ എന്താണ്? 1 less than 910. 910 1 കുറഞ്ഞ സംഖ്യ എത്രയാണ്? 1 less than 910 is 909. 909. നെക്സ്റ്റ് ക്ലൂ, ദ ലാർജസ്റ്റ് 3-digit നമ്പർ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ലാർജസ്റ്റ് 3-digit നമ്പർ? ദ ഗ്രേറ്റസ്റ്റ് 1-digit നമ്പർ ഈസ് 9. The greatest 2-digit number is 99. So, the greatest 3-digit number is 999. 999. Next clue, 1 more than the greatest 2-digit number. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയേക്കാൾ 1 കൂടുതൽ. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ് മക്കളെ? ദി ഗ്രേറ്റസ്റ്റ് 2-digit നമ്പർ ഈസ് 99. അതിനേക്കാൾ 1 കൂടുതലെന്ന് പറയുമ്പോൾ +1. 99 + 1 എത്രയാണ്? 100. 100. നെക്സ്റ്റ് പേജിൽ വാവ് 1000. റീഡ് മൈ നമ്പർ. നമ്പർ വായിച്ച മക്കളെ കാറിൻ്റെ എത്രയാണ്? 1000. 1000. കാർ എന്താണ് പറയുന്നത് നമ്മളോട്? മൈ നമ്പർ ഈസ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ. ആ കാറിൻ്റെ നമ്പറായ 1000 ആണ് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോയിൻ ദം. Find the pairs of vehicles whose number add up to Toto car's number. Draw lines to join them. ഇവിടെ കുറേ വെഹിക്കിൾസ് തന്നിട്ടില്ലേ മക്കളെ? അതിൽ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള വെഹിക്കിൾസിൻ്റെ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1000 കിട്ടണം. നമ്മുടെ ടോട്ടോ കാറിൻ്റെ നമ്പറായ 1000 കിട്ടണം. ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് 1000 കിട്ടുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എത്ര? 505. 505 + 495 is 1000. Next, 999 plus 1 is 1000. Next, 750 plus 250 is 1000. Next one, 990 plus 10 is 1000. Last one, 900 plus 100 is 1000. Next page, just one more. What is the number shown in the abacus? അബാക്കസിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ് മക്കളെ? വൺസ് എത്ര എണ്ണം ഉണ്ട്? 9. ടെൻസോ? 9. ഹൺഡ്രഡ്സോ? ഇറ്റ്സ് ഓൾസോ 9. അപ്പോൾ ദ നമ്പർ ഈസ് 999. 999. ഇഫ് വി ആഡ് വൺ മോർ, നമ്മൾ ഒന്നുകൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്താലോ? ഇറ്റ് ഈസ് 1000. 1000. ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. താഴെ തന്നിരിക്കുന്ന പ്ലെയിൻ ആയിട്ടുള്ള അബാക്കസിൽ ഈ നമ്പർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൺസിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും വരയ്ക്കണോ? വേണ്ട. ടെൻസിലും വേണ്ട, ഹൺഡ്രഡ്സിലും വേണ്ട. 1000 മാത്രം ഒരു ബീഡ് വരയ്ക്കുക. ഇറ്റ് ഈസ് 1000. നെക്സ്റ്റ്, പസിൽ കോർണർ. ഹൂ ആം ഐ? ഞാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 bead in the abacus, larger than the largest 3-digit number. Who am I? Which is my position in the abacus? എന്തൊക്കെയാണ് മക്കളെ ക്ലൂ തന്നിട്ടുള്ളത്? 1 bead in the abacus. ഒറ്റ ബീഡ് മാത്രമേ, ഒരൊറ്റ മുത്തു മാത്രമേ അബാക്കസിലുള്ളൂ. ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3-digit നമ്പർ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലുതാണ്. ഞാൻ ആരാണത്? ഇറ്റ് ഈസ് 1000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്? എൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ്. എവിടെയാണ്? 1000's place. 1000ൻ്റെ സ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, പെട്രോൾ പമ്പ്. കാർസ് ഇൻ ദ റേസ് ഫിൽഡ് പെട്രോൾ for 1000 rupees.
റേസിൽ പങ്കെടുത്ത 3 കാറുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ കാറുകൾ 3ഉം 1000 രൂപയ്ക്ക് പെട്രോൾ ഫിൽ ചെയ്തു. ടോട്ടോ കാർ ഗേവ് 100 റുപ്പി നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? ടോട്ടോ കാർ കൊടുത്തത് 100 രൂപയുടെ നോട്ടുകളായിരുന്നു. 1000 രൂപയ്ക്ക് പെട്രോൾ ഫിൽ ചെയ്തിട്ട് ടോട്ടോ കാർ 100 രൂപയുടെ കുറച്ച് നോട്ടുകൾ കൊടുത്തു. എത്ര നോട്ടുകൾ കൊടുത്തു കാണും? എത്ര 100 രൂപ നോട്ടുകൾ ചേരുമ്പോഴാണ് മക്കളെ 1000 രൂപയാകുന്നത്? 10 നോട്ട്സ് ഓഫ് 100 റുപ്പീസ് ആഡ് അപ് ടു 1000. 100 രൂപയുടെ 10 നോട്ടുകൾ ചേരുമ്പോഴാണ് 1000 രൂപ ആകുന്നത്. അപ്പോൾ ടോട്ടോ കാർ 100 രൂപയുടെ 10 നോട്ടുകളാണ് കൊടുത്തത്. ടോമോ കാർ ഗേവ് എ ഷീഫ് ഓഫ് 10 റുപ്പി നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? ടോമോ കാർ കൊടുത്തത് 10 രൂപയുടെ ഒരു കെട്ട് നോട്ടുകൾ ആയിരുന്നു. അത് 1000 രൂപ ഉണ്ടായിരുന്നു. എങ്കിൽ എത്ര നോട്ടുകൾ ഉണ്ടായിരുന്നു 10 രൂപയുടെ? 100 നോട്ട്സ് ഓഫ് 10 റുപ്പീസ് ആഡ് അപ് ടു 1000. 100 നോട്ടുകൾ ഉണ്ടായിരുന്നു. 10 രൂപയുടെ 100 നോട്ടുകൾ. ലാസ്റ്റ് വൺ, ബഗ്ഗി കാർ ഗേവ് 1 റുപ്പി കോയിൻസ്. ബഗ്ഗി കാർ കൊടുത്തത് 1 രൂപയുടെ നാണയങ്ങളായിരുന്നു. ഹൗ മെനി കോയിൻസ്? അങ്ങനെയെങ്കിൽ 1000 രൂപയാകാൻ എത്ര 1 രൂപ നാണയങ്ങൾ ബഗ്ഗി കാർ കൊടുത്തിട്ടുണ്ടാവും? 1000 1 രൂപ നാണയങ്ങൾ. കാർ റേസ്. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്. 1000 points are got for finishing each round. The number of rounds completed by each car is given below. Calculate their points. ഒരു കാർ റേസ് നടക്കുകയാണ്. അതിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 റൗണ്ട് ഈച്ച് കാർ ഗെറ്റ്സ് 1000 പോയിൻറ്റ്സ്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓരോ കാറിനും 1000 പോയിൻ്റ് വെച്ച് കിട്ടും. ഓരോ കാറും എത്ര റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് താഴെ ടേബിളിൽ തന്നിട്ടുണ്ട്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ പോയിൻറ്റ്സ് ബേസ്ഡ് ഓൺ ഹൗ മെനി റൗണ്ട്സ് ഈച്ച് കാർ ഹാസ് കംപ്ലീറ്റഡ്. ഓരോ കാറിനും കിട്ടിയ പോയിൻറ്റ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം മക്കളെ? ഓരോ കാറും കംപ്ലീറ്റ് ചെയ്ത റൗണ്ട്സിൻ്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് അവരുടെ പോയിൻറ്റ്സ് ഈസി ആയിട്ട് കണ്ടെത്താം. ഫസ്റ്റ് വൺ നോക്കിയേ. നെയിം ഓഫ് കാർ മിക്കി. റൗണ്ട് 1. മിക്കി എന്ന കാറ് ഒരു റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്? 1000 പോയിൻറ്റ്സ്. അപ്പോൾ മിക്കി എന്ന കാറിന് കിട്ടിയിരിക്കുന്നത് 1000 പോയിൻറ്റ്സ് ആണ്. നെക്സ്റ്റ് കാർ സ്കൈ ബി. സ്കൈ ബി എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു? 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തു. സോ ഒരു റൗണ്ടിന് 1000 പോയിൻറ്റ്സ്. അങ്ങനെ 5 റൗണ്ട്സിന് എത്ര പോയിൻറ്റ്സ് കിട്ടും? 5000 പോയിൻറ്റ്സ്. നെക്സ്റ്റ് ബഗ്ഗി 3 റൗണ്ട്സ്. പോയിൻറ്റ്സ് 3000. നെക്സ്റ്റ് വൺ ആൽഫ. റൗണ്ട്സ് കംപ്ലീറ്റഡ് 6 റൗണ്ട്സ്. പോയിൻറ്റ്സ് 6000. നെക്സ്റ്റ് വൺ ടോമോ. ടോമോ എത്ര റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു? 7 റൗണ്ട്സ്. പോയിൻറ്റ്സ് 7000. ഫ്ലോറ 4 റൗണ്ട്സ്. 4000 പോയിൻറ്റ്സ്. ഫ്രെഡി 8 റൗണ്ട്സ്. 8000 പോയിൻറ്റ്സ്. സ്പീഡി 9 റൗണ്ട്സ്. 9000 പോയിൻറ്റ്സ്. ടോട്ടോ 10 റൗണ്ട്സ്. 10,000 പോയിൻറ്റ്സ്. ലാസ്റ്റ് വൺ ബോണി 2 റൗണ്ട്സ് കംപ്ലീറ്റഡ്. പോയിൻറ്റ്സ് 2000. താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ പോയിൻറ്റ്സ് ഗോട്ട് ബൈ ദ കാർസ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ഓർഡർ. റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ്. ഓരോ കാറിനും കിട്ടിയ പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നെയിംസ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ്. ഏതൊക്കെ വ്യത്യസ്ത രീതികളിൽ നമുക്ക് അവയെ ഓർഡറാക്കി എഴുതാം? ഷാൽ വി ലിസ്റ്റ് ദ കാർസ് ബേസ്ഡ് ഓൺ ദ പോയിൻറ്റ്സ് ദേ സ്കോർഡ്. ഓരോ കാറിനും കിട്ടിയ പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കവയെ ലിസ്റ്റ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ഏത് രീതിയിൽ ലിസ്റ്റ് ചെയ്യാം? ലെറ്റ്സ് റൈറ്റ് ദം ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് പോയിൻറ്റ്സ്. അസെൻഡിങ് ഓർഡർ, ആരോഹണ ക്രമത്തിൽ. അപ്പോൾ എങ്ങനെയാണത് എഴുതേണ്ടത്? ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതാണ് അസെൻഡിങ് ഓർഡർ. ഏറ്റവും കുറവ് പോയിൻറ്റ്സ് ലഭിച്ച കാറിൻ്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1000 പോയിൻറ്റ്സ് കിട്ടിയ മിക്കിയുടെ പേര് ആദ്യം എഴുതണം. ദെൻ ബോണി, ബഗ്ഗി, ഫ്ലോറ, സ്കൈ ബി, ആൽഫ, ടോമോ, ഫ്രെഡി, സ്പീഡി ആൻഡ് ടോട്ടോ. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? അസെൻഡിങ് ഓർഡറിൽ എഴുതിയ പോലെ തന്നെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം, അവരോഹണ ക്രമത്തിൽ. ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്, വലുതിൽ നിന്നും ചെറുതിലേക്ക്. എങ്ങനെ എഴുതാം? 10,000, 9,000, 8,000, 7,000, 6,000, 5,000, 4,000, 3,000, 2,000 ആൻഡ് 1,000. കാർസിൻ്റെ പേരുകളും അതിന് നേരെ കണ്ടല്ലോ മക്കളെ. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. റൈറ്റ് ദ നമ്പർ ഓൺ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലും മിസ്സായിട്ടുള്ള നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
മിക്കി കാറിന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് 1000 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്, അങ്ങനെ 1000. ബോണി കാറിന് 2 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് 2000 പോയിൻറ്റ്സുകൾ കിട്ടി, സോ 2000. ബഗ്ഗി കാറിനോ 3 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് 3000 ആണ് കിട്ടിയത്, 3 പോയിൻറ്റ്സുകൾ, സോ 3000. നെക്സ്റ്റ് 4000, 5000, 6000, 7000, 8000, 9000 and last one 10,000. Next question, draw the points Sky Bee car got in the abacus. ഇതിൽ നിന്നും സ്കൈ ബി കാറിന് കിട്ടിയ പോയിൻറ്റ്സ് അബാക്കസിൽ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പോയിൻറ്റ്സ് ആണ് മക്കളെ സ്കൈ ബി കാറിന് കിട്ടിയിട്ടുള്ളത്? 5000. താഴെ എഴുതിയിരിക്കുന്നത് കണ്ടോ, 5 of thousands make 5000. 5 ആയിരങ്ങൾ ചേരുമ്പോഴാണ് 5000 ആകുന്നത്. നെക്സ്റ്റ് അബാക്കസിലോ, ഡ്രോ ദ പോയിൻറ്റ്സ് സ്പീഡി കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. സ്പീഡി കാറിന് എത്ര പോയിൻറ്റ്സ് ആണ് മക്കളെ കിട്ടിയത്? 9000. 10 of thousands make 10,000. 10 ആയിരങ്ങൾ ചേരുമ്പോഴാണ് എത്രയാവുന്നത്? 10000 ആകുന്നത്, 10,000 ആകുന്നത്. ദെൻ വാട്ട് അബൌട്ട് 20 of thousands? 20 ആയിരങ്ങൾ ചേരുമ്പോഴോ? ഇറ്റ്സ് 20,000, 20,000. നെക്സ്റ്റ് ആക്ടിവിറ്റി, റൈറ്റ് ദ സംസ്. തുകകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയൊക്കെ ചേരുമ്പോഴാണ് മക്കളെ ഇവിടെ 10 കിട്ടിയിട്ടുള്ളത്? 5 + 5 100 ആകണമെങ്കിലോ ആ 5 എന്നുള്ളത് 50 ആകും അല്ലേ? 50 + 50. ഇനി 1000 ആവണമെങ്കിലോ 500 + 500. 10,000 ആവണമെങ്കിലോ 5000 + 5000. 5 + 5 പോലെ തന്നെ 6 + 4 10 ആണ്. 100 കിട്ടണമെങ്കിലോ വേറൊരു വഴി എന്താണ്? 60 + 40. ദെൻ 1000 കിട്ടണമെങ്കിലോ 600 + 400. 10,000 കിട്ടണമെങ്കിലോ 6000 + 4000. നെക്സ്റ്റ് 7 + 3 10. 70 + 30 100. 700 + 300 is 1000. 7,000 + 3,000 is 10,000. Next 8 + 2 10. 80 + 20 is 100. 800 + 200 1000. 8,000 + 2,000 is 10,000. Last one, 9 + 1 = 10. 90 + 10 100. 900 + 100 is 1000. 9,000 + 1,000 is 10,000. Next activity, speedometer. Before the race, Toto car had done 1000 kilometers. 1 lap of the race is 1 kilometer. റേസ് തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ കാർ 1000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ റേസിൻ്റെ 1 ലാപ്പ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അതായത് 1 കംപ്ലീറ്റ് സർക്യൂട്ട് ഓഫ് ദിസ് റേസ് ഈസ് 1 കിലോമീറ്റർ. അതായത് ഈ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾ ഒരു പ്രാവശ്യം ചുറ്റി വരുമ്പോൾ അത് 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ലാപ്പ് കഴിയുമ്പോൾ സ്പീഡോമീറ്ററിൽ റീഡിംഗ് എത്രയാണ് കാണിക്കുക? 1 ആണോ കാണിക്കുക? അല്ല. ടോട്ടോ കാറ് ഈ റേസിന് മുന്നേയായിട്ട് 1000 കിലോമീറ്റേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ 1000 പ്ലസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ലാപ്പിൻ്റെ നമ്പർ 1 എത്രയാണ്? 1001. നെക്സ്റ്റ് വൺ 2 ലാപ്സ് കഴിയുമ്പോഴോ 1000 പ്ലസ് 2 1002. 3 ലാപ്സ് കഴിയുമ്പോഴോ 1000 പ്ലസ് 3 1003. നെക്സ്റ്റ് 1000 പ്ലസ് 4 1004. 1000 പ്ലസ് 5 1005. 1000 പ്ലസ് 6 1006. ലാസ്റ്റ് വൺ 1000 പ്ലസ് 7 1007. അങ്ങനെ 7 ലാപ്സ് കഴിയുമ്പോൾ സ്പീഡോമീറ്ററിൽ 1007 കാണിക്കും. വാട്ട് വുഡ് ബി ദ സ്പീഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ 11 ലാപ്സ്? 11 ലാപ്സ് കഴിയുമ്പോൾ എത്രയായിരിക്കും സ്പീഡോമീറ്റർ റീഡിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും മക്കളെ? 1000 പ്ലസ് 11. 1011 ആണ് റീഡിംഗ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ 15 ലാപ്സ്. അപ്പോൾ 15 ലാപ്സ് കഴിഞ്ഞാലോ 1000 പ്ലസ് 15. ആൻസർ എത്രയാണ്? 1015.
ആഫ്റ്റർ 25 ലാപ്സ് 25 ലാപ്സിന് ശേഷമോ റീഡിംഗ് എത്രയായിരിക്കും? 1000 പ്ലസ് 25, 1025. Next activity, write, draw and read. Look at the picture. Did you see the bundles lying there? They are bundles of sticks, right? കമ്പുകളുടെ ഓരോ കെട്ടിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ബണ്ടിലും 1000 എണ്ണം വീതമുണ്ട്. ആ കെട്ടുകളുടെ അടുത്തായിട്ട് 1, 2, 4 ഒക്കെ കമ്പുകൾ വീണ് കിടക്കുന്നത് കണ്ടോ മക്കളെ? സോ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റിക്സ് എല്ലാം കൂടി ചേർന്നാൽ ഏത് സംഖ്യയാണ് കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കുകയും വേണം, അത് അബാക്കസിൽ അടയാളപ്പെടുത്തുകയും വേണം. ഫസ്റ്റ് വൺ 1000ൻ്റെ ഒരു ബണ്ടിലും അതിനടുത്തായിട്ട് ഒരു സ്റ്റിക്ക് വീണ് കിടക്കുന്നു. സോ 1001. അബാക്കസിൽ എങ്ങനെയാണത് രേഖപ്പെടുത്തേണ്ടത് മക്കളെ? വൺസിൻ്റെ സ്ഥാനത്ത് ഒരു ബീഡ്, ടെൻസിൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല, ഹൺഡ്രഡ്സിലും ഒന്നുമില്ല, തൗസൻഡ്സിൻ്റെ അവിടെയും ഒരു ബീഡ്. നെക്സ്റ്റ് വൺ 1000ൻ്റെ ഒരു ബണ്ടിലും 2 സ്റ്റിക്സും. സോ 1002. അബാക്കസിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? വൺസിൽ 2 ബീഡ്സ്, ടെൻസിലൊന്നുമില്ല, ഹൺഡ്രഡ്സിലൊന്നുമില്ല, 1000ൽ 1 ബീഡ്. അടുത്തത് 1004, 1006, 1005, 1009, 1007, 1008 ആൻഡ് 1010. ഇത്രയും നിങ്ങൾ കോളത്തിൽ എഴുതുകയും അബാക്കസിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യുമല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി, കമ്പൈനിങ് വിത്ത് 1000. 1000വുമായി കൂടിച്ചേരുമ്പോൾ ആദ്യം 1000ൻ്റെ കൂടെ ഏത് സംഖ്യയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്? 1000 പ്ലസ് 100. എത്രയാണ് അപ്പോൾ കിട്ടുന്നത്? 1000 1100. നെക്സ്റ്റ് വൺ 1000 പ്ലസ് 10. എത്രയാണ് കിട്ടുന്നത്? 1010. നെക്സ്റ്റ് വൺ 2000 പ്ലസ് 200. എത്രയാണ്? 2200. 3000 പ്ലസ് 40. 3040. 3000 പ്ലസ് 5. 3005. നെക്സ്റ്റ് വൺ 1000 പ്ലസ് 300 പ്ലസ് 30. 1330. നെക്സ്റ്റ് 5000 പ്ലസ് 30 പ്ലസ് 3. 5033. 8000 പ്ലസ് 300 പ്ലസ് 3. എത്ര വരും? 8303. 6000 പ്ലസ് 700 പ്ലസ് 40 പ്ലസ് 8. എങ്ങനെ പറയാം? 6748. ഈ ടേബിളിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ മക്കളെ? ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഫ്രം 1000 to 1200? 1000 മുതൽ 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ടു സോൾവ് ദിസ്? വി ക്യാൻ സോൾവ് ദിസ് ബൈ സബ്ട്രാക്റ്റിംഗ് ദ സ്റ്റാർട്ടിംഗ് നമ്പർ ഫ്രം ദ എൻഡിംഗ് നമ്പർ. വിച്ച് ഈസ് ദ സ്റ്റാർട്ടിംഗ് നമ്പർ? ദ സ്റ്റാർട്ടിംഗ് നമ്പർ ഈസ് 1000. ദ എൻഡിംഗ് നമ്പർ ഈസ് 1200. Then 1200 minus 1000 equals 200. Add 1 to this 200. There are 2 not 1 numbers from 1000 to 1200. എങ്ങനെയാണ് മക്കളെ നമ്മൾ ഈ ആൻസർ കണ്ടുപിടിച്ചത്? എൻഡിങ് നമ്പറിൽ നിന്നും സ്റ്റാർട്ടിംഗ് നമ്പർ സബ്ട്രാക്ട് ചെയ്തു. അപ്പോഴാണ് നമുക്ക് 200 എന്നുള്ള ആൻസർ കിട്ടിയത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ കിട്ടിയതോ 201. ഇങ്ങനെയാണ് നമ്മൾ 1000 മുതൽ 1200 വരെ, 1000 to 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 28 നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. താഴെ ഒരു കോളം തന്നിരിക്കുന്നത് കണ്ടോ? ഫസ്റ്റ് പാർട്ടിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അക്കങ്ങൾ. സെക്കൻഡ് പാർട്ടിൽ അത് വേർഡ്സിൽ എഴുതാനാണ്, അക്ഷരത്തിൽ എഴുതണം. ഫസ്റ്റ് കോളത്തിൽ നമ്പർ തന്നിട്ടുണ്ട് 5250. എങ്ങനെ പറയും വേർഡ്സിൽ? 5250. 5250. നെക്സ്റ്റ് വൺ വേർഡ്സ് തന്നിട്ടുണ്ട് 7707. എങ്ങനെ എഴുതാം? 7707. 7707. നെക്സ്റ്റ് വൺ നമ്പർ തന്നിട്ടുണ്ട് 9018. എങ്ങനെ പറയാം? 9018. 9018. ലാസ്റ്റ് വൺ വേർഡ്സിൽ തന്നിരിക്കുന്നത് 9009. എങ്ങനെ എഴുതാം നമ്പറിൽ?
9009 9009. Next activity, number cards. See the number cards. Write the 4-digit numbers that can be made with them. ഇവിടെ 4 നമ്പർ കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. 3, 5, 8 ആൻഡ് 1. ഈ 4 നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയാവുന്ന അത്രയും 4-ഡിജിറ്റ് നമ്പേഴ്സ് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് 3 കൊണ്ട് ഏതൊക്കെ 4-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. 3581, 3518, 3851, 3815, 3158, last one 3185. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് 5-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4-ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാം. 5381, 5318, 5831, 5813, 5138, last one 5183. നെക്സ്റ്റ് കോളം 8-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 4-ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. 8351, 8315, 8531, 8513, 8135, 8153. ലാസ്റ്റ് കോളം 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 4-ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാം. 1358, 1385, 1538, 1583, 1835, ലാസ്റ്റ് വൺ 1853. താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5 വെച്ച് എത്ര നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഹൗ മെനി നമ്പേഴ്സ്? 6 നമ്പേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ 10th പ്ലേസ്? 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര നമ്പേഴ്സ് ഉണ്ട്? അതും 6 നമ്പേഴ്സ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ ഈ നമ്പേഴ്സിനെ എല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എഴുതാം. 1 തൊട്ട് തുടങ്ങണം. 1358, 1385, 1538, 1583, 1835, 1853. 3158, 3185, 3518, 3581, 3815, 3851, 5138, 5183, 5318, 5381, 5813, 5831, 8135, 8153, 8315, 8351, 8513, 8531. Next activity, reading the number. Speedy car's number plate is covered in mud. Speedy കാറിൻ്റെ നമ്പർ പ്ലേറ്റിൽ എന്ത് പറ്റി? ചെളി പുരണ്ടു. നമ്പർ നൗ സീൻ. ഇപ്പോൾ നന്നായിട്ട് മുഴുവൻ നമ്പറും കാണത്തില്ല. ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരേ ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് ഏതാണ്? 9. വെൻ ക്ലീൻ ഡെബിറ്റ്. കുറച്ചൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ കാണാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 99. ആഫ്റ്റർ ക്ലീനിങ് സം മോർ. കുറച്ചുകൂടി ക്ലീൻ ചെയ്തപ്പോഴോ? 999. വെൻ ഓൾമോസ്റ്റ് ക്ലീൻഡ്. ഫുള്ളി ക്ലീൻ ചെയ്തപ്പോഴോ? 9999. ഇനി റൈറ്റ് സൈഡിലെ ബോക്സിൽ നോക്കിയ മക്കളെ, ഹൗ പ്രെറ്റി. 9 + 1 = 10. 99 + 1 = 100. 999 + 1 = 1000.
9,999 plus 1 equals 10,000. Next activity, mud race. Play mud race with your friends. Use a dice with numbers 100, 200, 300, etc. 600. Move the car to the number thrown. If you land on a bridge, you can move across to go forward. If you land on a pit, you slide backwards. The first to reach 11,000 wins. ഡിയർ കിഡ്സ്, ദിസ് ഗെയിം ഈസ് സിമിലർ ടു പ്ലേയിങ് സ്നേക്സ് ആൻഡ് ലാഡർ. നിങ്ങൾ ഏണിയും പാമ്പും കളിച്ചിട്ടില്ലേ? അതേ സിമിലർ ഗെയിമാണിത്. യു ക്യാൻ യൂസ് ഡൈസ് വിത്ത് നമ്പേഴ്സ് ഫ്രം 100 to 600 റിട്ടേൺ ഓൺ ദം. നിങ്ങളുടെ കയ്യിൽ ഡൈസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. കട്ട് ആൻ എറേസർ ഇൻ ടു എ സ്ക്വയർ ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ് 6 sides വിത്ത് എ ബോൾ പോയിന്റ് പെൻ ടു മേക്ക് എ ഡൈസ്. നിങ്ങളുടെ കയ്യിലുള്ള എറേസർ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ 6 സൈഡ്സിലുമായിട്ട് ഈ നമ്പേഴ്സ് എഴുതുക. ഏതൊക്കെ നമ്പേഴ്സ്? 100, 200, 300, 400, 500 ആൻഡ് 600. ഈ പിക്ചറിന് മുകളിലായിട്ട് ഡൈസ് ത്രോ ചെയ്യുക. നിങ്ങളുടെ ഡൈസ് ലാൻഡ് ചെയ്യുന്നത് ബ്രിഡ്ജിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. ബട്ട് ഡൈസ് വീഴുന്നത് പിറ്റിൽ മീൻസ് ഹോളിലാണെങ്കിലോ നിങ്ങൾ വീണ്ടും ബാക്കിലേക്ക് പോകും. അങ്ങനെ ആരാണോ ആദ്യം 11,000 എത്തുന്നത് അവരാണ് വിന്നർ. താഴെ ടോട്ടോക്കാർ എന്താ പറയുന്നത് നോക്കിയേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദിസ് ലെസൺ. ഈ ലെസണിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നിട്ടുള്ള പിക്ചർ ഒന്ന് നോക്കാൻ. എന്തായിരുന്നു ആ പിക്ചർ മക്കളെ? കാർ റേസിൻ്റെ പിക്ചറായിരുന്നു. ഓർമ്മയുണ്ടോ? റൈറ്റ് ദ ഡിസ്റ്റൻസസ് ഓൺ ദ ലാസ്റ്റ് 2 ബോർഡ്സ്. ലാസ്റ്റിൽ തന്നിരിക്കുന്ന 2 ബോർഡ്സ് എംറ്റിയാണ്. അതിൽ ഡിസ്റ്റൻസ് എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള 4 ബോർഡുകളിൽ 700, 800, 900 ആൻഡ് 1000 ഇത്രയും ഡിസ്റ്റൻസസ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എങ്ങനെ വരും? 1000 ആൻഡ് 100. നെക്സ്റ്റ് വണ്ണോ 1000 ആൻഡ് 200. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30 നെക്സ്റ്റ് ആക്ടിവിറ്റി, ഗിഫ്റ്റ്. Toto won the race, got a trophy and a cash prize. The money was given as a check. റേസിൽ ടോട്ടോ വിന്നറായി. ഗിഫ്റ്റായിട്ടൊരു ട്രോഫിയും ക്യാഷ് പ്രൈസുമാണ് ടോട്ടോയ്ക്ക് കിട്ടിയത്. ക്യാഷ് പ്രൈസ് എങ്ങനെയാണ് കിട്ടിയത്? ഒരു ചെക്കിൻ്റെ രൂപത്തിലാണ് കിട്ടിയത്. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ നമ്പേഴ്സ്. ചെക്കിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കിയ മക്കളെ, റുപ്പീസ് എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് ടോട്ടോയ്ക്ക് കിട്ടിയ ക്യാഷ് പ്രൈസ് എത്രയാണെന്നുള്ളത് വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്പേസിൽ അത് നമ്പറിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേർഡ്സിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ. 90,999 ഓൺലി. എങ്ങനെ എഴുതാം? 90,999 ഓൺലി. ഇതിന് തൊട്ട് മുന്നേ റീഡിങ് ദ നമ്പർ എന്നുള്ള ആക്ടിവിറ്റിയിൽ ഹൗ പ്രെറ്റി എന്നുള്ള ഭാഗത്ത് നമ്മൾ എഴുതിയ സംഖ്യയല്ലേ ഇത്? ഓർമ്മയില്ലേ മക്കൾക്ക്? നെക്സ്റ്റ് ആക്ടിവിറ്റി, ഡിസ്റ്റൻസ് ട്രാവൽഡ്. സഞ്ചരിച്ച ദൂരം. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും സഞ്ചരിച്ച ദൂരം താഴെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ടാബുലേറ്റ് ദ കാർസ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസസ് ദേ ഹാവ് ട്രാവൽഡ്. അവർ സഞ്ചരിച്ച ദൂരം അനുസരിച്ച് അവയെ പട്ടികപ്പെടുത്തണം. എങ്ങനെ പട്ടികപ്പെടുത്തണം? വിത്ത് ദ കാർ വിച്ച് ട്രാവൽഡ് മോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദ കാർ വിച്ച് ട്രാവൽഡ് ദ ലീസ്റ്റ് അറ്റ് ദ എൻഡ്. ആദ്യം എഴുതേണ്ടത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ച കാറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് അതിൽ കുറവ്. അങ്ങനെ എഴുതി ഏറ്റവും അവസാനം ഏറ്റവും കുറവ് കിലോമീറ്റേഴ്സ് ഏത് കാറാണ് സഞ്ചരിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് വരെ എഴുതണം. നമുക്ക് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ടേബിളിൽ എഴുതണം? നമ്പർ എഴുതണം, നെയിം ഓഫ് ദ കാർ, ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ്, ഇൻ നമ്പേഴ്സും എഴുതണം, ഇൻ വേർഡ്സും എഴുതണം. നമ്പർ 1, നെയിം ഓഫ് ദ കാർ ടോട്ടോ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ നമ്പേഴ്സ് 8564, ഇൻ വേർഡ്സ് 8564. നമ്പർ 2, മിക്കി. 8546, 8546. നമ്പർ 3, ബോണി. 7982, 7982. Number 4, Flora. 6735, 6735. Number 5, Speedy. 6375, 6375. Number 6 and last one, Freddy. 5114, 5114. നെക്സ്റ്റ് ആക്ടിവിറ്റി, ബഗ്ഗി കാർസ് നമ്പർ.
Take one bead from the thousands place in the abacus and put it in the ones place. What is the number now? താഴെ ഒരു അബാക്കസ് തന്നിട്ടുണ്ടല്ലേ, അതിലെ നമ്പർ എത്രയാണ് മക്കളെ? തൗസൻഡ്സിൻ്റെ സ്ഥാനത്ത് മാത്രമാണ് 5 ബീഡ്സ് ഉള്ളത്. സോ ദ നമ്പർ ഈസ് 5000. ഈ 5000നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ടേക്ക് വൺ ബീഡ് ഫ്രം ദ തൗസൻഡ്സ് പ്ലേസ്. ആ 1000ൻ്റെ സ്ഥാനത്തുള്ള ഒരു ബീഡ് എടുത്ത് മാറ്റുക. എങ്ങോട്ട് മാറ്റണം? പുട്ട് ഇറ്റ് ഇൻ ദ വൺസ് പ്ലേസ്. ഒന്നിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റണം. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്ന സംഖ്യ? സൈഡിൽ കോളത്തിൽ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? ഡിക്രീസ്ഡ് ബൈ 1000, ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ സംഖ്യ എത്രയാണ്? 5000 ആയിരുന്നു. അതിൽ നിന്ന് ഒന്ന് മാറ്റി 1ൻ്റെ സ്ഥാനത്ത് ഒരു ബീഡ് വെച്ചപ്പോൾ ദ നമ്പർ ഈസ് 4001. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബഗ്ഗി കാറിൻ്റെ നമ്പർ എത്രയാണെന്നാണ്. ബഗ്ഗി കാർസ് നമ്പർ ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ അബാക്കസ് ആൻഡ് ദ നമ്പർ ഇൻ ഇറ്റ് നൗ. ആദ്യം അബാക്കസിലുണ്ടായിരുന്ന സംഖ്യയും, അതായത് 5000ഉം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഖ്യയും 4001 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബഗ്ഗി കാറിൻ്റെ നമ്പർ. വാട്ട് ഈസ് ദ നമ്പർ? ഫസ്റ്റ് നമ്പർ ഇൻ ദ അബാക്കസ് ഈസ് 5000. കറൻറ്റ് നമ്പർ ഈസ് 4001. So the difference between this number is 999. ബഗ്ഗിക്കാറിൻ്റെ നമ്പർ അപ്പോൾ എത്രയാണ്? 999. Adding one more. What is the number in the abacus? വൺസിൻ്റെയും ടെൻസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെയും തൗസൻഡ്സിൻ്റെയും സ്ഥാനത്ത് 9 ബീഡ്സ് വീതമുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്പർ? വാട്ട് ഈസ് ദ നമ്പർ? 9999. What is the number got by adding 1 to it? ഈ 9999 പ്ലസ് 1 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് മക്കളെ? 10,000, 10,000. നെക്സ്റ്റ്, ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോ കാർ വാസ് ടേക്കൺ ടു ദ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയർസ് ആഫ്റ്റർ ദ റേസ്. റേസിന് ശേഷം ടോമോ കാർ റിപ്പയറിങ്ങിനായി വർക്ക്ഷോപ്പിൽ കയറ്റി. 3500 rupees was spent to change the battery. ബാറ്ററി ചേഞ്ച് ചെയ്യാൻ 3500 rupees ആയി. 2500 rupees for engine work. 2500 രൂപയായി എൻജിൻ വർക്ക് ചെയ്യുന്നതിന്. ആൻഡ് 4000 rupees for painting. ടോമോ കാറിനെ റീപെയിൻറ്റ് ചെയ്യാൻ വേണ്ടി 4000 rupees ആയി. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? അപ്പോൾ ഈ മൂന്നിനുമായിട്ട് എത്ര രൂപ ടോട്ടലായിട്ട് സ്പെൻഡ് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. താഴെ കോളത്തിൽ എന്താ മക്കൾ എഴുതിയിരിക്കുന്നത്? വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം റീഡിങ് ദ പ്രോബ്ലം. നിങ്ങൾക്ക് എന്താണ് ഈ പ്രോബ്ലം വായിച്ചപ്പോൾ മനസ്സിലായത്? എമൗണ്ട് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി ഈസ് 3500 rupees. എമൗണ്ട് സ്പെൻഡ് ഫോർ എൻജിൻ വർക്ക് ഈസ് 2500 rupees. എമൗണ്ട് സ്പെൻഡ് ഫോർ പെയിൻറ്റിംഗ് ഈസ് 4000 rupees. Then total amount spent is 3500 plus 2500 plus 4000. എത്ര കിട്ടും? 10,000 rupees, 10,000 രൂപ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 32. On a tour. Toto car is being readied from an all India tour. All 4 tires have to be changed. The price of one tire is 2500 rupees. How much money is needed for 4 tires? ടോട്ടോ കാർ ഒരു ഓൾ ഇന്ത്യ ടൂറിന് ഒരുങ്ങുകയാണ്. അതിന് മുന്നേ ആയിട്ട് 4 ടയേഴ്സും ചേഞ്ച് ചെയ്യണം. ഒരു ടയർ ചേഞ്ച് ചെയ്യുന്നതിന് 2500 rupees ആവും. അങ്ങനെയെങ്കിൽ 4 ടയേഴ്സും ചേഞ്ച് ചെയ്യുന്നതിന് ടോട്ടൽ എത്ര റുപ്പീസ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ഓഫ് വൺ ടയർ ഈസ് 2500 rupees. നമ്പർ ഓഫ് ടയേഴ്സ് 4. ഒരു ടയർ ചേഞ്ച് ചെയ്യുന്നതിന് 2500 രൂപയാകും. അങ്ങനെ 4 ടയേഴ്സാണ് ചേഞ്ച് ചെയ്യേണ്ടത്. സോ ടോട്ടൽ കോസ്റ്റ് ഈസ് 2500 പ്ലസ് 2500 പ്ലസ് 2500 പ്ലസ് 2500 എത്രയാകും? 10,000, 10,000 രൂപയാകും. 4 ടയേഴ്സും കൂടി ചേഞ്ച് ചെയ്യാൻ 10,000 rupees വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. ദ എമൗണ്ട്സ് പെയ്ഡ് ഫോർ റീചാർജ് ഡ്യൂറിങ് ഇറ്റ്സ് ഓൾ ഇന്ത്യ ടൂർ ആർ ഗിവൺ ബിലോ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്. ബോണി ഒരു ഇലക്ട്രിക് കാറാണ്. 3 പ്രാവശ്യത്തെ ഓൾ ഇന്ത്യ ടൂറിനായിട്ട് റീചാർജ് ചെയ്തതിൻ്റെ എമൗണ്ടാണ് താഴെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദ കോസ്റ്റ് ഓഫ് ചാർജിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമിൽ ചാർജ് ചെയ്യാൻ വേണ്ടി എത്ര രൂപയായെന്നാണ് കൊടുത്തിട്ടുള്ളത്? 3500 rupees. ദ കോസ്റ്റ് ഓഫ് ചാർജിങ് ഫോർ ദ സെക്കൻഡ് ടൈം ഈസ് 2000 rupees.
The cost of charging for the third time is 3000 rupees. So, total cost കാണാൻ എന്ത് ചെയ്യണം? 3500 plus 2000 plus 3000 എത്രയാണ്? 8500 rupees. Next activity, continue the pattern. First one, 500, 1000, 1500. നെക്സ്റ്റ് എങ്ങനെ വരും? ഈ പാറ്റേണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇൻക്രീസ്ഡ് ബൈ 500, 500 വെച്ച് കൂടുന്നു. നെക്സ്റ്റ് ഈസ് 2000, 2500, 3000, 3500, 4000, 4500. Second question, 4000, 6000, 8000. This pattern is increased by 2000. 2000 വെച്ച് കൂട്ടി എഴുതണം. നെക്സ്റ്റ് സംഖ്യ ഏതായിരിക്കും അപ്പോൾ? 8000ന് ശേഷം 10,000, 12,000, 14,000, 16,000, 18,000 and 20,000. Third question, 7,628, 7,728, 7,828. This pattern is increased by 100. So the next number is 7,928, 8,028, 8,128, 8,228, 8,328 and 8,428. Fourth one, 2,222, 3,333, 4,444. So this pattern is increased by 1,111. So the next number is 5,555, 6,666, 7,777, 8,888, 9,999, 11,110. Fifth one, 9,400, 9,300, 9,200. This pattern is decreased by 100. So the next number is 9,100, 9,000, 8,900, 8,800, 8,700 and 8,600. Last one, 3,021, 4,132, 5,243. So this pattern is increased by 1,111. So the next number is 6,354, 7,465, 8,576, 9,687, 10,798, 11,909. നെക്സ്റ്റ് പേജിൽ നിങ്ങൾ ഇതേപോലെ കുറച്ച് പാറ്റേൺസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ പാറ്റേൺസ്. ഫസ്റ്റ് വൺ, 1,111, 1,444, 1,777, 2,110, 2,443, 2,776, 3,109. This pattern is increased by 333. Next one, 9,999, 9,777, 9,555, 9,333, 9,111, 8,889, 8,667. This pattern is decreased by 222. Next one, 4,004, 4,448, 4,892, 5,336, 5,780, 6,224, 6,668. So this pattern is increased by 444. Last one, 1,001, 1,221, 1,441, 1,661, 1,881, 2,101, 2,321, 2,541.
This pattern is increased by 220. നെക്സ്റ്റ് യൂണിറ്റിൻ്റെ അവസാനമുള്ള ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ റേസ് ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5000 to 5050 ടു ദ കാർസ്. ഹൗ മെനി കാർസ് വെയർ ഇൻ ദ റേസ്? ഒരു റേസിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോഗ്രാം ഓർഗനൈസിംഗ് കമ്മിറ്റി കാറുകൾക്ക് നൽകിയ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 5000 മുതൽ 5050 വരെ. എത്ര കാറുകൾ ഈ റേസിങ്ങിൽ പങ്കെടുത്തു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. To find out how many cars participated in the race, just look at how many numbers are there from 5000 to 5050. എത്ര കാറുകളാണ് റേസിൽ പങ്കെടുത്തതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 5000 മുതൽ 5050 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് നമ്പേഴ്സ് ഫ്രം 5000 to 5050 ഈസ് ഈക്വൽ ടു 5050 മൈനസ് 5000. ഇറ്റ് ഈസ് 50 plus 1, 51. So, total of 51 cars are participated in the race. Second question, write 4-digit numbers using all the digits 5, 4, 0 and 7. How many can you write? Draw the largest number in an abacus. Write this number in words. 5, 4, 0, 7 എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ച് മാക്സിമം 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ സംഖ്യകളിൽ നിന്നും ഏറ്റവും ലാർജസ്റ്റ് നമ്പർ അബാക്കസിൽ രേഖപ്പെടുത്തുക. ആ നമ്പർ വേർഡ്സിലും കൂടി എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം 1000ൻ്റെ സ്ഥാനത്ത് 5 വരുന്ന നമ്പേഴ്സ് എഴുതണം. 4 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് 5 ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. 5047, 5074, 5407, 5470, 5704, 5740. Next, 4-digit numbers with 4 in the thousands place. 4057, 4075, 4507, 4570, 4705, 4750. Next one, 4-digit numbers with 7 in the thousands place. 7045, 7054, 7405, 7450, 7504, 7540. ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് 5ഉം 4ഉം 7ഉം 1000ൻ്റെ പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് നമ്മൾ എഴുതി. ഇനി ബാക്കിയുള്ളത് 0 ആണ്. എ 4-digit നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് 0 ഇൻ ദ തൗസൻഡ്സ് പ്ലേസ് cannot be written. It is treated as a 3-digit number. 1000ൻ്റെ സ്ഥാനത്ത് 0 വരുന്ന നമ്പർ ഒരു 4-digit നമ്പറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു 3-digit നമ്പറാണ്. So, the number of 4-digit numbers that can be formed using the digits 5, 4, 0 and 7 is 18. 18 നമ്പേഴ്സാണ് ഈ തന്നിരിക്കുന്ന നമ്പറുകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ദ ലാർജസ്റ്റ് 4-digit നമ്പർ ഈസ് 7540. ഇതിനി നമുക്കൊരു അബാക്കസിൽ അടയാളപ്പെടുത്തണം. 7540. ഈ നമ്പർ ഇനി വേർഡ്സിൽ എഴുതാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം? 7540. Third question, write all numbers from 9999 to 10100 which have 0 in the ones place. 9999 മുതൽ 10100 വരെയുള്ള സംഖ്യകളിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് 0 വരുന്ന ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളതെന്ന് എഴുതണം. 10,000, 10,010, 10,020, 10,030, 10,040, 10,050, 10,060, 10,070, 10,080, 10,090, 10,100. Fourth question, complete the patterns below. A. 10,150, 10,200, 10,250. This pattern is increased by 50. So the next number is 10,300, 10,350, 10,400, 10,450, 10,500. B. 1,500, 2,600, 3,700. This pattern is increased by 1,100. So the next number is 4,800, 5,900, 7,000, 8,100 and
9,200. Pattern C, 14,500, 15,250, 16,000. So this pattern is increased by 750. Next number is 16,750, 17,500, 18,250, 19,000, 19,750. Fifth question, who am I? ഞാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതോ ഒരു സംഖ്യ കണ്ടുപിടിക്കാനാണ്. അതിൽ തന്നിരിക്കുന്ന ക്ലൂസ് നോക്കിയ മക്കളെ. ഫസ്റ്റ് ക്ലൂ, എ നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000. 4,000-നും 5,000-നും ഇടയിലുള്ള ഒരു നമ്പറാണ്. ദ തൗസൻഡ്സ് പ്ലേസ് ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000 വിൽ ബി 4. 4,000-നും 5,000-നും ഇടയിലുള്ള ഒരു സംഖ്യയല്ലേ, അപ്പോൾ അതിൽ 1000-ന്റെ പ്ലേസിൽ എത്ര വരും? 4 ആയിരിക്കും വരുന്നത്. മക്കൾക്ക് ഈ ആക്ടിവിറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് ഒരു അബാക്കസിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി ഈസിലി മനസ്സിലാവും. തൗസൻഡ്സിൻ്റെ പ്ലേസിൽ നമുക്ക് 4 കൊടുക്കാം. നെക്സ്റ്റ് ക്ലൂ, ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. തൗസൻഡ്സിൻ്റെ സ്ഥാനത്തെ സംഖ്യയുടെ ഡബിൾ ആയിരിക്കും വൺസിൻ്റെ പ്ലേസിലെ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആ സംഖ്യ? തൗസൻഡ്സിൻ്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ 4-ൻ്റെ ഡബിൾ എത്രയാണ്? 4 × 2 എത്രയാണ്? ഇറ്റ്സ് 8. സോ വൺസിൻ്റെ പ്ലേസിൽ നമുക്ക് 8 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ക്ലൂ, ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. ഇനി നമുക്ക് കാണേണ്ടത് ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പറാണ്. ആ നമ്പർ എങ്ങനെയായിരിക്കുമെന്നാണ് പറയുന്നത്? തൗസൻഡ്സിൻ്റെ പ്ലേസിലെ നമ്പറിൻ്റെ പകുതിയായിരിക്കും. തൗസൻഡ്സിൻ്റെ പ്ലേസിൽ നമ്മൾ 4 ആണ് എഴുതിയിരിക്കുന്നത്. സോ 4-ൻ്റെ പകുതി എത്രയാണ്? ഇറ്റ്സ് 2. ഇനി നമുക്ക് ഹൺഡ്രഡ്സ് കൂടി കണ്ടുപിടിക്കണം. അതിനുള്ള ക്ലൂ നോക്കിയേ. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 19. ഈ 1000-ൻ്റെയും 100-ൻ്റെയും 10-ൻ്റെയും 1-ൻ്റെയും ഭാഗത്തുള്ള സംഖ്യകളുടെ തുക എത്രയായിരിക്കും? 19 ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൗസൻഡ്സിലുള്ള 4-ഉം 10-സിലുള്ള 2-ഉം 1-സിലുള്ള 8-ഉം കൂടി ഒന്ന് പ്ലസ് ചെയ്ത് നോക്കണം. 4 + 2 + 8 എത്രയാണ്? ഇറ്റ്സ് 14. സം ഓഫ് ദ ഡിജിറ്റ്സ് വിൽ ബി 19. നമുക്കിപ്പോൾ കിട്ടിയത് എത്രയാണ്? 14. ദ ഹൺഡ്രഡ്സ് പ്ലേസ് വിൽ ബി 19 - 14 എത്രയാണ്? 5. ദെൻ ദ നമ്പർ ഈസ് 4,528. Question 6. Find the number. Starting from 9,999, if we subtract 1,000 again and again, what would be the 8th number? 9,999 എന്ന നമ്പറിൽ നിന്നും നമ്മൾ വീണ്ടും 1000 മൈനസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് വരുമ്പോൾ 8ാമത്തെ പ്രാവശ്യം നമ്മൾക്ക് കിട്ടുന്ന നമ്പർ ഏതായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. Let's write the sequence. If 1000 is subtracted from 9,999, then from 8,999, then from 7,999, 6,999, 5,999, 4,999, 3,999, 2,999, then 1,999. Which is the 8th number? 2,999. If we subtract 100 instead, what would be the 5th number? 1000-ന് പകരം നമ്മൾ 100 കൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ 5ാമത്തെ നമ്പർ എത്രയായിരിക്കും? Starting again from 9,999 and subtracting 100 each time. 9,999, then 9,899, 9,799, 9,699, 9,599. So here the 5th number is 9,599. Make a question like this and share it with your friends. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. Question number 7. Among the numbers between 1000 and 1100, how many numbers end in 0? 1000 മുതൽ 1100 വരെയുള്ള നമ്പേഴ്സിനിടയ്ക്ക് എത്ര നമ്പേഴ്സ് 0-യിൽ അവസാനിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1010, 1020, 1030, 1040, 1050, 1060, 1070,
1080, 1090. So there are 9 numbers between 1000 and 1100 that end in 0. Question number 8. If we write numbers from 1 to 50, how many times would we write 2? 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എഴുതുമ്പോൾ 2 എന്ന സംഖ്യ എത്ര പ്രാവശ്യം എഴുതുമെന്നതാണ് ചോദ്യം. When we writing numbers from 1 to 50, the 2 that comes out is 2, 12, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 32 and 42. So when we writing numbers from 1 to 50, we have to write to a total of 15 times. 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എന്ന സംഖ്യ നമ്മൾ 15 പ്രാവശ്യം എഴുതുന്നുണ്ട്. What if we write up to 100? 50 വരെ എഴുതുമ്പോൾ അല്ലേ 15 times. അത് 100 വരെ എഴുതുമ്പോൾ ആണെങ്കിലോ എത്ര പ്രാവശ്യം 2 എന്ന സംഖ്യ എഴുതണം? 52, 62, 72, 82 and 92. So 2 should be written a total of 5 times when we writing 50 to 100. When we write 1 to 50, you have to write 2 a total of 15 times, and when we write 50 to 100, you have to write 2 a total of 5 times. Then 2 should be written a total of 20 times. 20 പ്രാവശ്യം നമ്മൾ 2 എഴുതുന്നുണ്ട് 1 മുതൽ 100 വരെ എഴുതുമ്പോൾ. Next question. If we count the 3s instead of the 2s, would the number be the same? നമ്മളിപ്പോൾ 2 ആണ് കൗണ്ട് ചെയ്തത്. 2ന് പകരം 3 ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്പർ സെയിം ആയിരിക്കുമോ? 3, 13, 23, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 43, 53, 63, 73, 83 and 93. If 2 is replaced by 3, then 3 is written 20 times. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എഴുതുമ്പോൾ 2 റീപ്ലേസ് ചെയ്ത് അവിടെ 3 എഴുതിയാൽ 20 പ്രാവശ്യം 3 എഴുതുന്നുണ്ട്. So when writing numbers from 1 to 100, 2 should be written a total of 20 times, and 3 is also written a total of 20 times. That means the number is same. Investigation. First question. Write all 2-digit numbers that can be formed with the digits 1 and 2 without repetition. Count them and write their number. 1, 2 എന്നീ ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന 2-digit numbers 2 അക്ക സംഖ്യകൾ എഴുതുക. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണം കൂടി എഴുതണം. 1ഉം 2ഉം ഉപയോഗിച്ച് ഏതൊക്കെ സംഖ്യകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? 12ഉം എഴുതാം, 21ഉം എഴുതാം. So 2-digit numbers that can be written using the digits 1 and 2 without repetition is 12 and 21. Then number of numbers is 2. Second question. Write all 3-digit numbers that can be formed with the digits 1, 2 and 3 without repetition. Count them and write their number. 1, 2, 3 എന്നീ ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന 3-digit numbers 3 അക്ക സംഖ്യകൾ ഏതൊക്കെയെന്ന് എഴുതുക. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണം കൂടി എഴുതണം. 3-digit numbers that can be written using the digits 1, 2 and 3, 123, 132, 213, 231, 312, 321. So the number of numbers 6. Third question. Write all 4-digit numbers that can be formed with the digits 1, 2, 3 and 4 without repetition. Count them and write their number. 1, 2, 3, 4 എന്നീ ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന 4-digit numbers 4 അക്ക സംഖ്യകൾ എഴുതണം. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണം കൂടി എഴുതണം. 4-digit numbers that can be written using the digits 1, 2, 3 and 4. 1234, 1243, 1324, 1342, 1423, 1432, 2413, 2431, 2314, 2341,
2134, 2143, 3412, 3421, 3241, 3214, 3124, 3142, 4321, 4312, 4231, 4213, 4123, 4132. നമ്പർ ഓഫ് നമ്പേഴ്സ് 24. 24 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നമ്പർ ഓഫ് 2-digit numbers. 1 into 2, 2. Number of 3-digit numbers. 1 into 2 into 3 equals 6. Number of 4-digit numbers. 1 into 2 into 3 into 4. എത്രയാണ്? It's 24. If so, how many 5-digit numbers can be written using the digits 1, 2, 3, 4 and 5? അത് മക്കളൊന്ന് കണ്ടുപിടിച്ച് എഴുതി വെക്കണേ. ഇത്രയും നേരം ക്ഷമയോടെ ശ്രദ്ധയോടെ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാ മക്കൾക്കും ഒരുപാട് നന്ദി. To all my dear little viewers, thank you so much for watching my class. Your smiles, curiosity and eagerness to learn truly brighten my day. A special thanks to all the wonderful parents too for encouraging your children, sharing my videos with them and supporting their learning journey. Your involvement makes a big difference. My dears, let's keep learning and growing together. With lots of love, this is Reshma signing off. Thank you.